ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് സ്ട്രോബെറി തോട്ടത്തിലാട്ടോ. അതായത് വട്ടവടയിലെ വൺ ഓഫ് ദ ഫേമസ് സ്ട്രോബെറി തോട്ടത്തിൽ. ഞങ്ങളിതേ അങ്ങോട്ടേക്കുള്ള നടപ്പ് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇച്ചിരി അധികം നടക്കാനുണ്ട്, ഒരു 10 മിനിറ്റോളം നടക്കാനുണ്ട് അവിടുന്ന് റൂട്ടിൽ നിന്ന്. ഓഫ് റോഡ് കഴിഞ്ഞ് ഇവിടം വരെ കയറി വന്നാട്ടോ നമ്മൾ. പറഞ്ഞ പോലെ ഒരുപാട് നമ്മൾ കാണും പോലെ ചുമന്ന് തുടുത്ത് അങ്ങനെ കിടക്കൊന്നുമല്ല കേട്ടോ. ജസ്റ്റ് ഉണ്ടായിട്ടേ ഉള്ളൂ, വലിയ കാര്യമായിട്ട് നിറഞ്ഞ് കിടപ്പൊന്നുമില്ല, ഇടയ്ക്ക് ഒക്കെ ഉള്ളൂ. പിന്നെ അധികം ചുമപ്പ് കളറല്ല, ഇളം മഞ്ഞ കളറോട് കൂടിയിട്ട് ആ ലെവലിലാണ് ഇപ്പം നിൽക്കുന്നത്. നന്നായിട്ട് പഴുത്ത് തുടങ്ങണേ ഉള്ളൂ. പിന്നെ നമുക്ക് അപ്പുറത്തേക്കും ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അപ്പുറത്തേക്കും കൂടെ കാണാൻ വേണ്ടി പോവാട്ടോ. എല്ലാം ആ സെയിം രീതിക്ക് തന്നെ കിടക്കുന്നത്. ഒത്തിരി ഓവറായിട്ട് പഴുത്തിട്ടോ അല്ലെങ്കിൽ നമ്മൾ കാണും പോലെ എക്സ്പെക്റ്റേഷൻ പോലെ ഇല്ല. അത്യാവശ്യം ഉണ്ട്, അത്രേ ഉള്ളൂ. ദേ കണ്ടില്ലേ, ചെറുതായിട്ടൊക്കെ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ദേ ഈ പോണ വഴിക്ക് നല്ല സൂര്യകാന്തി പൂക്കൾ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ എല്ലാം വാടിപ്പോയിട്ടോ. വെയിലിൻ്റെ ആണോ അതോ അതിൻ്റെ ടൈം കഴിഞ്ഞുകൊണ്ടാണോ എന്നറിയില്ല. ഒരുവിധം എല്ലാ ചെടികളും തന്നെ വാടി നിൽക്കുമായിരുന്നു നമ്മൾ കേട്ടോ. പിന്നെ ഞങ്ങളിങ്ങനെ കുറേ നടന്നു. അപ്പോൾ ഇവിടെ തന്നെ അടുത്ത് ബ്ലാക്ക്ബെറി തോട്ടം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതും കൂടെ കാണാമെന്ന് ഓർത്താണ്ടോ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം നമ്മൾ ബ്ലാക്ക്ബെറി തോട്ടത്തിലേക്കാണ് കൊണ്ടുപോകാമെന്ന് പറഞ്ഞത്. അങ്ങനെ അങ്ങോട്ടാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ തോട്ടത്തിലുണ്ടാകുന്ന സാധനങ്ങളെല്ലാം വിൽക്കുന്നത് അവിടെ തന്നെ കേട്ടോ. നമുക്കവിടെ ചെന്ന് നോക്കാവേ. ഇതേ കാണണം കേട്ടോ ബ്ലാക്ക്ബെറി തോട്ടം. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നിലവിൽ അവിടെ നിന്ന് നമുക്ക് സ്ട്രോബെറിയുടെ വൈൻ കുടിക്കാൻ തന്നു. ഇക്കാടെ ഫേസ് കണ്ടോടി എനിക്ക് വേണ്ടാന്ന് ഞാൻ പറഞ്ഞു, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ സ്ട്രോബെറിയുടെ ജാം മതിയെന്നും പറഞ്ഞു അത് മേടിപ്പിച്ചു. ഇവിടെ നല്ല ഫാഷൻ ഫ്രൂട്ട് ഇരിപ്പുണ്ട്, അത് നമുക്കൊരു കിലോ മേടിക്കണം. നല്ല ടേസ്റ്റ്, അവരുടെ പറമ്പിൽ തന്നെ ഉണ്ടായതാണെന്ന് കേട്ടോ പറഞ്ഞത്. അടുത്ത തോട്ടത്തിൽ ഇഷ്ടംപോലെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇവരൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അവർക്കൊന്നും പറ്റിയില്ല കേട്ടോ വൈൻ, അതുകൊണ്ട് ഞങ്ങളത് വാങ്ങിച്ചില്ല. എന്നിട്ട് ഞങ്ങളിത് ബ്ലാക്ക്ബെറി തോട്ടത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയതാട്ടോ. ഇത് ഈ കാണുന്ന മൊത്തം ബ്ലാക്ക്ബെറീസ് ആട്ടോ, നിറഞ്ഞ് ചുമന്ന് നിൽക്കുക. ഇതിന് ബ്ലാക്ക്, അതായത് കറുത്ത, നമ്മളീ പറഞ്ഞ പോലെ മൾബറിയാണ് സംഭവം, പക്ഷെ അതിൻ്റെ വലിപ്പമുള്ള സംഭവം. അങ്ങനെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ ടേസ്റ്റ് ചെയ്തിട്ട്. ഇത് നല്ല സുന്ദരിയായിട്ടൊരു ക്യാബേജ് നിൽപ്പുണ്ട് കേട്ടോ, റോസ് കളറ്. ഇവിടെ ഒത്തിരി ഉണ്ട്. അതൊക്കെ നമ്മളിങ്ങനെ കണ്ടു. അപ്പോൾ ഓക്കെ, വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.